നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വചനപ്പുലരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. പരിശുദ്ധനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾ. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: നെടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. പ്രിയമുള്ളവരെ, പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, നൊടിനേരത്തേക്കുള്ളതാണ്. എന്നാൽ അവയുടെ ഫലമോ അതിരില്ലാത്ത മഹത്വം ഞങ്ങൾക്കായി ഒരുക്കിത്തരുന്നു. ഞങ്ങളുടെ ഈ ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ നൊടിനേരത്തേക്കേ ഉള്ളൂ. പക്ഷേ അത് ഞങ്ങൾക്ക് നേടിത്തരുന്നത് കർത്താവിലുള്ള ഞങ്ങളുടെ മഹത്വം, അതിരില്ലാത്ത മഹത്വം ഞങ്ങൾക്ക് നേടിത്തരുന്നുവെന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു. ദൃശ്യമായവ അല്ല, അദൃശ്യമായവ അത്രേ ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യമായവയെല്ലാം നശ്വരമാണ്, അദൃശ്യമായവയെല്ലാം അനശ്വരവുമാണ്. പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് അത്രമാത്രം കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഒരു ക്രൈസ്തവ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ പോലും അതെല്ലാം നൊടിനേരത്തേക്കേ ഉള്ളൂ. എന്നാൽ ആ സഹനങ്ങളെല്ലാം, ആ പ്രതിസന്ധികളെല്ലാം നമുക്ക് നേടിത്തരുന്നത് ഒരു വലിയ മഹത്വമാണ്. അതിരില്ലാത്ത ദൈവരാജ്യത്തിലെ മഹത്വമാണ് നമുക്ക് നേടിത്തരുന്നത്. കാണപ്പെടാവതല്ലാത്ത അനശ്വരതയിലേക്ക് നമുക്ക് നോക്കുവാൻ സാധിക്കണം. ഈ ലോകത്തെ ദൃശ്യമായിട്ടുള്ള നശ്വരമായിട്ടുള്ളതിനല്ല നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ ഓരോ സഹനങ്ങൾ വരുമ്പോൾ, ഓരോ കഷ്ടതകളും പ്രതിസന്ധികളും ഉളവാകുമ്പോൾ പൗലോസ് വാക്കുകൾ ഓർക്കുവാൻ സാധിക്കണം. ആ മഹത്വത്തിലേക്ക് നമുക്ക് നമ്മുടെ ഓരോ പ്രതിസന്ധികളെയും, ഓരോ കഷ്ടതകളെയും, ഓരോ പ്രയാസങ്ങളെയും, ഓരോ ദുരിതങ്ങളെയും മുതൽക്കൂട്ടാക്കുവാൻ സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.